ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി യുജിസി നെറ്റ്, സിഎസ്ഐആർ യുജിസി നെറ്റ്, എൻസിഇടി പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ മേൽക്കൂര തകർന്ന ഡൽഹിയിലെ ഐജിഐ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 താൽക്കാലികമായി അടച്ചു. യാത്രാ നിരക്കുകൾ കൂട്ടരുതെന്ന് വിമാന കമ്പനികളോട് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പു റാം മോഹൻ നായിഡു. 6 മാസത്തിൽ താഴെ സേവനമുള്ള സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പദ്ധതിയിൽ ഭേദഗതി വരുത്തി തൊഴിൽ മന്ത്രാലയം. ജനീവയിൽ നടന്ന കൊളംബോ പ്രോസസിന്റെ സ്ഥിരം പ്രതിനിധിതല യോഗത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നത് മുൻനിർത്തി 2 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതിയുടെ രൂപരേഖ ഇന്ത്യ അവതരിപ്പിച്ചു. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. കേരളത്തിൽ മഴ ജാഗ്രതാ നിർദ്ദേശമില്ല. T20 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. യുജിസി നെറ്റ് പരീക്ഷയുടെ പുതുക്കിയ തീയതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 21-നും സെപ്റ്റംബർ 4-നും ഇടയിലായിരിക്കും പരീക്ഷ നടക്കുന്നത്. ഈ മാസം 18-ന് നടന്ന പരീക്ഷയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം റദ്ദാക്കിയത്. ജോയിന്റ് സിഎസ്ഐആർ യുജിസി നെറ്റ് പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശന പരീക്ഷ ജൂലൈ 10-ന് നടക്കും. ഓൾ ഇന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് പരീക്ഷ മുൻ നിശ്ചയിച്ച പ്രകാരം അടുത്ത മാസം 6-ന് നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. കനത്ത മഴയിൽ മേൽക്കൂര തകർന്നതിനെ തുടർന്ന് ഡൽഹിയിലെ ഐജിഐ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 താൽക്കാലികമായി അടച്ചു. വിമാനത്താവള അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രാ നിരക്കുകൾ കൂട്ടരുതെന്ന് വിമാന കമ്പനികളോട് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പു റാം മോഹൻ നായിഡു നിർദ്ദേശിച്ചു. അപകടം വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ അദ്ദേഹം ഐഐടി ഡൽഹിയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയർമാരോട് ആവശ്യപ്പെട്ടു. ഇന്നലെയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചെറുതും വലുതുമായ എല്ലാ വിമാനത്താവളങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനായി സമഗ്ര പരിശോധന നടത്തി റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായി ചുമതലയേറ്റവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിലൂടെ പുതിയ സഹമന്ത്രിമാരുടെ അനുഭവങ്ങളും ഉൾക്കാഴ്ചകളും അറിയുവാൻ സാധിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. താഴെത്തട്ടിൽ ഭരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനീവയിൽ നടന്ന കൊളംബോ പ്രോസസിന്റെ സ്ഥിരം പ്രതിനിധിതല യോഗത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത ശേഷം നടന്ന ആദ്യ യോഗമാണിത്. കൊളംബോ പ്രോസസ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് മുൻനിർത്തി അടുത്ത 2 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതിയുടെ രൂപരേഖ ഇന്ത്യ അവതരിപ്പിച്ചു. ഏഷ്യയിലെ 12 അംഗരാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മയാണ് കൊളംബോ പ്രോസസ്. കുടിയേറ്റ തൊഴിലാളി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാദേശിക സഹകരണം വർദ്ധിപ്പിക്കുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. അംഗരാജ്യങ്ങൾക്കിടയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷിതമായ വിദേശ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂട്ടായ്മയിൽ ഊന്നിപ്പറഞ്ഞു. അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് ഇന്ത്യ തള്ളി. റിപ്പോർട്ട് പക്ഷപാതപരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആരോപിച്ചു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും സാധുതയെയും ഇന്ത്യൻ കോടതികൾ നൽകുന്ന ചില നിയമവിധികളുടെ സമഗ്രതയെയും റിപ്പോർട്ട് ചോദ്യം ചെയ്യുന്നതായി അദ്ദേഹം വിമർശിച്ചു. ഇന്ത്യയിൽ വിദ്വേഷ പ്രസംഗങ്ങളും മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളും വർദ്ധിച്ചുവരികയാണെന്ന US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ച് മതനേതാക്കൾ. ഇന്ത്യയിലെ എല്ലാ മതത്തിലുമുള്ള ആളുകൾക്കും ഭരണഘടന സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെന്ന് സൂഫി പണ്ഡിതൻ സയ്യിദ് നസറുദ്ദീൻ ചിഷ്തി പറഞ്ഞു. മറ്റ് രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യമില്ലെന്നും അമേരിക്കൻ റിപ്പോർട്ട് തെറ്റാണെന്നും അവകാശപ്പെട്ട് അജ്മീറിലെ ചിഷ്തി ഫൌണ്ടേഷൻ, സെൻട്രൽ സിംഗ് സഭ ഗുരുദ്വാര, ഇന്ത്യൻ സർവധർമ്മ പാർലമെന്റ് എന്നീ സംഘടനകൾ രംഗത്തുവന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള 2023-ലെ US റിപ്പോർട്ടിലാണ് ഇന്ത്യയ്ക്കെതിരായ വിമർശനം. 6 മാസത്തിൽ താഴെ സേവനമുള്ള EPS അംഗങ്ങൾക്കും പിൻവലിക്കൽ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പദ്ധതിയിൽ ഭേദഗതി വരുത്തി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. 6 മാസത്തിൽ താഴെ സേവനവുമായി സ്കീം വിട്ടുപോകുന്ന 7 ലക്ഷത്തിലധികം EPS അംഗങ്ങൾക്ക് ഈ ഭേദഗതി പ്രയോജനപ്പെടും. അംഗം നൽകിയ സേവനത്തിന്റെ പൂർത്തീകരിച്ച മാസങ്ങളുടെ എണ്ണത്തെയും EPS സംഭാവന ലഭിച്ച വേതനത്തെയും ആശ്രയിച്ചായിരിക്കും പിൻവലിക്കൽ ആനുകൂല്യത്തിന്റെ തുക നിശ്ചയിക്കുക. ലഡാക്കിൽ സൈനിക പരിശീലനത്തിനിടെ ടാങ്ക് ഒഴുക്കിൽപ്പെട്ട് 5 സൈനികർ വീരമൃത്യു വരിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ദൌലത് ബേഗ് ഓടെ പ്രദേശത്താണ് അപകടമുണ്ടായത്.
സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി അരുവി മുറിച്ചു കടക്കുന്നതിനിടെ മിന്നൽ പ്രളയമുണ്ടാവുകയായിരുന്നു. മേഘവിസ്ഫോടനത്തിന്റെ ഫലമായി വെള്ളപ്പൊക്കമുണ്ടായെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. യൂറോപ്യൻ കൌൺസിലിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആന്റോണിയോ കോസ്റ്റയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള തന്ത്രപ്രധാനപരമായ ബന്ധം കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുവാനായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലെ ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 111ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും മൻ കി ബാത് ലഭ്യമാകും. പ്രാദേശിക ഭാഷകളിലും പരിപാടി കേൾക്കാവുന്നതാണ്. 9ാമത് ICC പുരുഷ T20 ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. കെൻസിംഗ്ടൺ ഓവൽ മൈതാനത്ത് ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. വിശദാംശങ്ങളിലേക്ക്. ടൂർണമെന്റിൽ പരാജയമറിയാതെയാണ് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യയും എയ്ഡൻ മാർഗ്രം നയിക്കുന്ന ദക്ഷിണാഫ്രിക്കയും ഫൈനലിലെത്തിയത്. പ്രാഥമിക റൌണ്ടിലെയും സൂപ്പർ 8ലെയും എല്ലാ മത്സരങ്ങളും ദക്ഷിണാഫ്രിക്ക വിജയിച്ചപ്പോൾ കാനഡയ്ക്കെതിരായ ഇന്ത്യയുടെ മത്സരം മഴ കാരണം മുടങ്ങി. ബാക്കി എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനത്തോടെ വിജയം നേടാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. എല്ലാ മത്സരത്തിലും ഓരോ കളിക്കാരെങ്കിലും മാച്ച് വിന്നർമാരായി മാറിയെന്നതാണ് ഫൈനലിൽ ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഘടകം. സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ 68 റൺസിന് തകർത്താണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. മറുവശത്ത് ഇത്തവണ ലോകകപ്പിലെ കറുത്ത കുതിരകളാകുമെന്ന് പ്രതീക്ഷിച്ച അഫ്ഗാനിസ്ഥാനെതിരെ ആധികാരിക വിജയം നേടിയാണ് ദക്ഷിണാഫ്രിക്കയുടെ ഫൈനൽ പ്രവേശം. ക്രിക്കറ്റിൽ ഏതെങ്കിലും ഫോർമാറ്റിൽ ആദ്യമായി ഫൈനലിലെത്തുന്ന ദക്ഷിണാഫ്രിക്ക കന്നിക്കിരീടം മോഹിച്ചാണ് ഇന്ന് മത്സരത്തിനിറങ്ങുന്നത്. മറുവശത്ത് 2011 ഏകദിന ലോകകപ്പിന് ശേഷം ഒരു ലോകകിരീടമെന്ന ലക്ഷ്യത്തിലായിരിക്കും ഇന്ത്യയുടെ പോരാട്ടം. ബാറ്റിംഗിലും ബൌളിംഗിലും മികച്ച നിലയുള്ള തുല്യശക്തികളുടെ പോരാട്ടമെന്ന നിലയിൽ ഫൈനൽ മത്സരം തീപാറുമെന്ന് തീർച്ച. ഇന്ത്യൻ പരിശീലകനായി രാഹുൽ ദ്രാവിഡിന്റെ അവസാന മത്സരമാണിതെന്ന പ്രത്യേകതയും ലോകകപ്പ് ഫൈനലിനുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ചെന്നൈയിൽ ഇന്ത്യയ്ക്കെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിവസം ബാറ്റ് ചെയ്യുന്ന ദക്ഷിണാഫ്രിക്ക ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു വിക്കറ്റിന് 42 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ റെക്കോർഡ് സ്കോറായ 603 റൺസ് എടുത്ത് ഡിക്ലയർ ചെയ്തിരുന്നു. ടെക്സാസിൽ നടക്കുന്ന US ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ മാളവിക ബെൻസോദ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ സ്കോട്ട്ലൻഡിന്റെ കിർസ്റ്റി ഗിൽമോറിനെയാണ് മാളവിക പരാജയപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. അടുത്ത 2 ദിവസങ്ങളിൽ മധ്യ കിഴക്കൻ ഇന്ത്യയിലും അടുത്ത 5 ദിവസങ്ങളിൽ വടക്കു കിഴക്കൻ ഇന്ത്യയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കശ്മീർ താഴ്വരയിലെ ശ്രീ അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടനം പുരോഗമിക്കുന്നു. 4029 തീർത്ഥാടകർ അടങ്ങുന്ന 2ാം ബാച്ച് ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസ് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഇതോടെ ജമ്മു ബേസ് ക്യാമ്പിൽ നിന്ന് അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട തീർത്ഥാടകരുടെ എണ്ണം 8632ആയി. 52 ദിവസം നീളുന്ന തീർത്ഥാടനം ഓഗസ്റ്റ് 19-ന് സമാപിക്കും. മഹാരാഷ്ട്രയിലെ ജൽന ജില്ലയിൽ മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് ഹൈവേയിലുണ്ടായ വാഹനാപകടത്തിൽ മരണസംഖ്യ 6ആയി. ഇന്നലെ രാത്രിയാണ് കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. നാഗ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന കാറിൽ എതിർദിശയിൽ നിന്നും വന്ന കാർ ഇടിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. 50ഓളം തൊഴിലാളികൾ സംഭവ സമയം ജോലിയിലുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രക്ഷേപണ പരമ്പരയെ അടിസ്ഥാനമാക്കി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരിയുടെ പ്രാഥമികതല മത്സരങ്ങൾ അടുത്ത മാസം 15-നുള്ളിൽ നടക്കും. നെഹ്റു യുവകേന്ദ്രയുടെയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൌണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് മത്സരങ്ങൾ. താലൂക്ക് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് അവസരം ലഭിക്കും. നീറ്റ് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നും 12ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്ന പ്രമേയം തമിഴ്നാട് നിയമസഭ പാസാക്കി. മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി UGC നെറ്റ്, CSIR UGC നെറ്റ്, NCET പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ മേൽക്കൂര തകർന്ന ഡൽഹിയിലെ IGI വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 താൽക്കാലികമായി അടച്ചു. യാത്രാ നിരക്കുകൾ കൂട്ടരുതെന്ന് വിമാന കമ്പനികളോട് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പു റാം മോഹൻ നായിഡു. 6 മാസത്തിൽ താഴെ സേവനമുള്ള സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പദ്ധതിയിൽ ഭേദഗതി വരുത്തി തൊഴിൽ മന്ത്രാലയം. ജനീവയിൽ നടന്ന കൊളംബോ പ്രോസസിന്റെ സ്ഥിരം പ്രതിനിധിതല യോഗത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നത് മുൻനിർത്തി 2 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതിയുടെ രൂപരേഖ ഇന്ത്യ അവതരിപ്പിച്ചു.
വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. കേരളത്തിൽ മഴ ജാഗ്രതാ നിർദ്ദേശമില്ല. T20 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.